നിന്റെ സന്നിധി വരുന്നു, എൻ്റെ പാപഭാരവുമായി വല്ലഭയേകൂ രക്ഷയേ. എൻ്റെ പാപഭാരവുമായി വല്ലഭയേകൂ രക്ഷയേ. ഉന്നതി വെടിഞ്ഞവനേ, മണ്ണിൽ താണും വന്നവനേ. ഉന്നതി വെടിഞ്ഞവനേ, മണ്ണിൽ താണും വന്നവനേ. എനിക്കായിട്ടല്ലയോ ക്രൂശിങ്കൽ ജീവനെ തന്നത്, എനിക്കായിട്ടല്ലയോ ക്രൂശിങ്കൽ ജീവനെ തന്നത്. യേശുവേ രക്ഷാദായക, നിന്റെ സന്നിധി വരുന്നു, എൻ്റെ പാപഭാരവുമായി വല്ലഭയേകൂ രക്ഷയേ. പാപം ചെയ്തിടാത്തവനേ, പരിക്ഷീണൻ ആയവനേ. പാപം ചെയ്തിടാത്തവനേ, പരിക്ഷീണൻ ആയവനേ. എനിക്കായിട്ടല്ലയോ ക്രൂശിങ്കൽ ദാഹിച്ചു കേണത്, എനിക്കായിട്ടല്ലയോ ക്രൂശിങ്കൽ ദാഹിച്ചു കേണത്. യേശുവേ രക്ഷാദായക, നിന്റെ സന്നിധി വരുന്നു, എൻ്റെ പാപഭാരവുമായി വല്ലഭയേകൂ രക്ഷയേ. എൻ്റെ രോഗം നീ വഹിച്ചു, എൻ്റെ ശാപം നീക്കിയിട്ടും. എൻ്റെ രോഗം നീ വഹിച്ചു, എൻ്റെ ശാപം നീക്കിയിട്ടും. നിനക്കായിട്ടെന്നെന്നും ഞാനിനി ജീവിക്കും നിശ്ചയം. നിനക്കായിട്ടെന്നെന്നും ഞാനിനി ജീവിക്കും നിശ്ചയം. യേശുവേ രക്ഷാദായക, നിന്റെ സന്നിധി വരുന്നു, എൻ്റെ പാപഭാരവുമായി വല്ലഭയേകൂ രക്ഷയേ. സ്വീകരിക്ക എന്നെ ഇന്ന്, ആത്മദേഹി ദേഹത്തെയും. സ്വീകരിക്ക എന്നെ ഇന്ന്, ആത്മദേഹി ദേഹത്തെയും. തരുന്നു നിൻ കൈകളിൽ, തീർക്കയെന്നെ നിന്റെ ഗീതം പോ. തരുന്നു
നിൻ കൈകളിൽ തീർക്ക എന്നെ നിന്റെ ഹിതം പോൽ. യേശുവേ രക്ഷാദായക, നിന്റെ സന്നിധി വരുന്നു. എൻ്റെ പാപഭാരവുമായി വല്ലഭ യേകൂ രക്ഷവേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, സമാധാന പ്രഭുവായി ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് വാഴണമേ. ഭയം നിറഞ്ഞ ലോകത്തിൽ, ആകുലതകൾ നിറഞ്ഞ ലോകത്തിൽ അവിടുന്ന് ഞങ്ങളുടെ വെളിച്ചവും അവിടുന്ന് ഞങ്ങളുടെ രക്ഷയുമാകുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ ഈ വചന കേൾവി സഹായകമായി തീരണമെന്ന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ ചോദിക്കുന്നു. ദയയോടെ കേൾക്കണമേ. ആമേൻ. കർത്താവിൽ പ്രിയരെ, ഏവർക്കും സ്നേഹവന്ദനം. അഡ്വന്റ് മെഡിറ്റേഷൻ സീരീസിൻ്റെ 10ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. യെശയ്യാവ് പ്രവാചകന്റെ പുസ്തകം 9ാം അധ്യായം 6ാം വാക്യത്തിൽ നിത്യപിതാവ് എന്ന പേർ അവിടെ നൽകിയിട്ടുണ്ട്. ഒരു ശിശുവിന് എങ്ങനെയാണ് അങ്ങനെ ഒരു പേർ നൽകുക എന്ന് ചിന്തിച്ചിട്ടില്ലേ? ഒരു ശിശുവിന് എങ്ങനെയാണ് അങ്ങനെ ഒരു പേര് നൽകുക? ഹൗ കൻ ദിസ് ബി ദ നെയിം ഓഫ് ദ ചൈൽഡ്? ദൈവത്തിൻ്റെ പിതൃതുല്യമായ സ്നേഹം ഈ ശിശുവിലാണ് വെളിപ്പെടുന്നത്. പിതാവിൻ്റെ സ്നേഹം ഈ ഭൂമിയിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ഈ ശിശുവിൻ്റെ ലക്ഷ്യം. സോ ദ സൺ ഈസ് വൺ വിത്ത് ദ ഫാദർ. പിതാവിനെ കണ്ടവർ പുത്രനെയും കണ്ടിരിക്കുന്നു. മനുഷ്യ ധാരണകളിലുള്ള, മനുഷ്യന്റെ ചിന്തകളിലുള്ള ഒരു ധൂർത്തപുത്രനല്ല, പിന്നെയോ പിതാവിൻ്റെ അനുസരണമുള്ള പുത്രനാണ്. കാലത്തിൻ്റെ തികവിൽ നിത്യത നമ്മിലേക്ക് ഈ ശിശു കൊണ്ടുവന്നു. സ്വർഗസ്ഥനായ പിതാവിൻ്റെ സ്നേഹം നമ്മിലേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ട് പശുത്തൊട്ടിയിൽ ഈ സ്വർഗസ്ഥ പിതാവിനെ നിങ്ങൾ കണ്ടെത്തുക. And that heavenly Father has also become your dear Father. നിങ്ങൾ ഇന്ന് ഭയപ്പെടുന്നുവോ? പശുത്തൊട്ടിയിലെ ശിശുവിൻ്റെ അടുക്കൽ നിങ്ങൾ ചെല്ലുക. അവിടുന്ന് സമാധാന പ്രഭുവാകുന്നു. അവിടെ നിങ്ങൾക്ക് സമാധാനവും സംതൃപ്തിയും ആശ്വാസവും ലഭിക്കും. ശക്തികളും അധികാരങ്ങളും ഇന്ന് ഈ ലോകം ഭരിക്കുമ്പോൾ ഈ ശിശു സമാധാന പ്രഭുവാണ്. അവിടുന്ന് നിങ്ങളുടെ ജീവിതത്തെ ഭരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായും സമാധാനം ഉണ്ട്. യെശയ്യാവ് പ്രവാചകന്റെ പുസ്തകം 41ാം അധ്യായത്തിൽ വിമോചനം ആസന്നമാണ്, വിമോചനം അടുത്തിരിക്കുന്നു എന്ന് ദൈവം തൻ്റെ ജനത്തോട് അറിയിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി അവിടുന്ന് മറ്റൊരു ദേശക്കാരനായ സൈറസ് എന്ന രാജാവിനെ തിരഞ്ഞെടുക്കുകയും മോശയെയും ദാവീദിനെയും പോലെ എൻ്റെ ദാസൻ എന്ന ഒരു അഭിസംബോധന, ഒരു വിശേഷണം അവിടെ നൽകുകയും ചെയ്തു. ദൈവത്തിന് ആരും അന്യരല്ല എന്ന് ഓർത്തുകൊള്ളണം. തെക്കു നിന്നും വടക്കു നിന്നും കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് ദൈവരാജ്യത്തിൽ വിരുന്നിരിക്കും എന്ന് നാം സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. രാജ്യത്തിൻ്റെ മക്കൾ പുറന്തള്ളപ്പെട്ടു എന്നും വരാം. ആദ്യമേ തന്നെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതികൾക്കും ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കും മതത്തിൻ്റെയും ജാതിയുടെയും വർണ്ണത്തിൻ്റെയും ഒരു വർഗത്തിൻ്റെയും പേരിൽ അതിർത്തികൾ നിശ്ചയിക്കുവാൻ പാടില്ല എന്നതാണ്. ഇവിടെ 10ാമത്തെ വാക്യമാണ് ഏറെ പ്രധാനപ്പെട്ടത്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ച് നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ജനത്തിന് വീണ്ടും ധൈര്യം നൽകുന്നതാണ്
ഈ വാക്കുകൾ. 10-ാം വാക്യത്തിലും 13-ാം വാക്യത്തിലും തുടർന്ന് 14-ാം വാക്യത്തിലും ഭയപ്പെടേണ്ട എന്ന കൽപ്പന നാം കാണുന്നുണ്ട്. സക്കരിയാവിനും മാതാവായ മറിയയ്ക്കും ആട്ടിടയന്മാർക്കും ഭയപ്പെടേണ്ട എന്ന പ്രബോധനം അവർക്ക് ലഭിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ ശത്രുക്കൾ നശിപ്പിക്കപ്പെടും. ഒരു പുതിയ പുറപ്പാടിന് സാക്ഷ്യം വഹിക്കുവാൻ പോകുകയാണ് ഇസ്രായേൽ ജനം എന്ന് പറയുന്നു. 8-ാം വാക്യത്തിൽ അബ്രഹാമിനെ ദൈവത്തിന്റെ സ്നേഹിതൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ടാണ്, ഓർത്തുകൊണ്ടാണ് ദൈവം തൻ്റെ പ്രവൃത്തികൾ വീണ്ടും വെളിപ്പെടുത്തുന്നത് എന്ന സൂചന ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തത് ഒന്നും മറക്കുന്നില്ല. അവിടുന്ന് അതെല്ലാം തക്ക സമയത്ത് നിറവേറ്റുവാൻ മതിയായ ദൈവമാണ്. പൂർവികരിൽ അവിടുത്തെ കൃപ വ്യാപരിച്ചു. ഇന്നും അത് തുടരുന്നു. നിങ്ങളിൽ ഓരോരുത്തരിലും അത് വ്യാപരിക്കുവാനും നിങ്ങളിൽ പ്രവർത്തിക്കുവാനും അവിടുന്ന് മതിയായ ദൈവമാകുന്നു എന്ന് വിശ്വസിച്ചു കൊള്ളണം. വലതു കൈകൊണ്ട് ഇസ്രായേലിനെ താങ്ങി നിർത്തുന്ന ദൈവം ഇസ്രായേലിന്റെ വലത്ത് കൈ പിടിച്ച് നടത്തുന്നവനാണ് എന്ന് 10-ാം വാക്യത്തിലും 13-ാം വാക്യത്തിലുമായി പറയുന്നു. നിങ്ങളുടെ കൈക്ക് പിടിച്ച് നടത്തുന്ന ഒരു ദൈവം, ആ ദൈവത്തിൽ പരിപൂർണമായ വിശ്വാസം ഉണ്ടാകണം എന്ന സന്ദേശമാണ് ഇവിടെ ലഭിക്കുന്നത്. 14-ാം വാക്യത്തിൽ ഇസ്രായേൽ ജനത്തെ പുഴു എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു പരിഭാഷയിൽ കൃമിയും പുഴുവും എന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇസ്രായേല്യരുടെ അവരുടെ ശോചനീയമായ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ചാണ് അത് പറയുന്നത്. എന്നാൽ അവരുടെ കഷ്ടസ്ഥിതിയിൽ, അവരുടെ ദയനീയമായ അവസ്ഥയിൽ ദൈവം രക്ഷകനായി വരുവാൻ പോകുകയാണ് എന്ന സന്ദേശമാണ് ലഭിക്കുന്നത്. ഗോയേൽ എന്ന ഒരു ഹീബ്രു പദമുണ്ട്. ആ പദമാണ് രക്ഷകനായി അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വിധവയുടെ അവകാശത്തിന് വേണ്ടി പോരാടുന്ന ബന്ധുവിന് വേണ്ടി, രക്തത്തിന് പ്രതികാരം ചോദിക്കുന്ന വ്യക്തിക്ക് വേണ്ടിയും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഗോയേൽ. അടിമത്തത്തിൽ നിന്ന് ജനത്തെ രക്ഷിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഈ വാക്ക് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾക്കുള്ള വിടുതൽ, നിങ്ങൾക്കുള്ള സൗഖ്യം, നിങ്ങൾക്കുള്ള രക്ഷ ആസന്നമാണ് എന്ന് പ്രവാചകൻ പറയുന്നു. ഭയം മനുഷ്യ ജീവിതത്തെ നിരന്തരം ഫോളോ ചെയ്യുന്ന, പിന്തുടരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇൻസെക്യൂർ ഫീലിംഗ് അല്ലെങ്കിൽ അരക്ഷിത ബോധത്തിൽ നിന്നുമാണ് അത് ഉയരുന്നത്. ഞാൻ തനിയെയാണ്, എനിക്കാരുമില്ല, എല്ലാവരും എന്നിൽ നിന്ന് പോയി, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ മനുഷ്യനെ കൂടുതൽ ഭയപ്പെടുത്തുന്നു. അവരിൽ അസ്വസ്ഥത ഉളവാക്കുകയും ചെയ്യുന്നു. ഇവിടെയാണ് ഭയപ്പെടേണ്ട എന്നുള്ള ദൈവത്തിൻ്റെ വാക്കുകളുടെ അർത്ഥവും പ്രസക്തിയും നാം മനസ്സിലാക്കേണ്ടത്. പല വിധത്തിലും ഭയം ഉളവാക്കുന്ന ഒരു ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. എന്നാൽ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഭയം വേണ്ട എന്ന വാക്കുമായിട്ടാണ് ദൈവം കടന്നു വരുന്നത്. നാം വിശ്വസിക്കുന്ന ദൈവം ഇമ്മാനുവേലാണല്ലോ. അവിടുന്ന് നമ്മോട് കൂടെയിരിക്കുന്ന ദൈവമാണ്. 6-ാമത്തെ എപ്പിസോഡിൽ അതിനെക്കുറിച്ച് കൂടുതലായി വിശദീകരിച്ചിട്ടുണ്ട്. ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ ആരാണ് നമുക്കെതിരെ നിൽക്കുക? 27-ാം സങ്കീർത്തനം ദൈവാശ്രയത്തെ പറ്റിയുള്ള ഒരു കീർത്തനമാണ്. ജീവിതത്തിൽ ഉപദ്രവങ്ങൾ ഏറി വരുമ്പോൾ, പ്രതിസന്ധികൾ കൂടി വരുമ്പോൾ, വളരെ പ്രതികൂലതകൾ വരുമ്പോൾ ദൈവം പ്രത്യാശയും സന്തോഷവും പ്രകാശവും കൊടുക്കുന്ന ജീവ വെളിച്ചമായിട്ട് അനുഭവപ്പെടുന്നു എന്നാണ് ഈ രചയിതാവ് പറയുന്നത്. 1-ാം വാക്യത്തിൽ പറയുന്നു, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകും, ഞാൻ ആരെ ഭയപ്പെടും?
ദൈവം വെളിച്ചമാകുന്നു എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ സാക്ഷിക്കുന്നുണ്ട്. വിവേകാനന്ദ സ്വാമി ഷിക്കാഗോയിലെ പാർലമെന്റ് ഓഫ് ദ വേൾഡ്സ് റിലീജിയൻസ് അഥവാ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്ത കാര്യം നമുക്ക് അറിയാമല്ലോ. ആ കോൺഫറൻസിലെ എല്ലാ ദിവസവുമുള്ള പ്രഭാത ഗാനം ആലപിച്ചിരുന്നത് അനേകർ കൂടിയാണ്. യഹൂദനുണ്ടായിരുന്നു, മുസൽമാനുണ്ടായിരുന്നു, ക്രിസ്ത്യാനിയും ഹിന്ദുവുമൊക്കെ അവർ ഒരുമിച്ചാണ് പ്രഭാത ഗാനങ്ങൾ പാടിയിരുന്നത്. അതിന് അവർ തെരഞ്ഞെടുത്ത ഒരു ഗാനം മഹാത്മാഗാന്ധി സാധാരണ പാടാറുള്ള ഒരു പാട്ടായിരുന്നു. ഡോക്ടർ രാധാകൃഷ്ണൻ വിദ്യാർത്ഥികൾക്ക് സാധാരണ ചൊല്ലിക്കൊടുക്കാറുള്ള ഒരു പാട്ടായിരുന്നു അത്. ചുറ്റിലും വന്ന് കയറി മൂടുന്ന നിഴലിൻ്റെ നടുവിലും രാത്രിയുടെ കൂരിരുട്ടിലും വീട്ടിൽ നിന്നും വളരെ ദൂരെ ഉഴലുന്ന നേരത്തും ഓരോ ചുവട് വെക്കുന്നതിന് മുമ്പോട്ടുള്ള വഴി കാട്ടി വീട്ടിലേക്ക് എന്നെ നടത്തണമേ കൃപാലുവായ ദൈവമേ, കൃപാലുവായ പ്രകാശമേ എന്നാണ് ആ പാട്ടിൽ പ്രാർത്ഥിക്കുന്നത്. വളരെ അർത്ഥവത്തായ ഒരു ഗാനവും സന്ദേശവുമാണ് അതിലുള്ളത്. ന്യൂമൻ ഓക്സ്ഫോർഡിൽ യുവവൈദികനായിരിക്കുമ്പോൾ ഇറ്റലിയിലേക്ക് ഒരു യാത്ര നടത്തി. അവിടെ വെച്ച് അദ്ദേഹം രോഗബാധിതനായി. രോഗം മാറിയപ്പോൾ അദ്ദേഹത്തിന് എത്രയും വേഗത്തിൽ വീട്ടിൽ ചെന്ന് ചേരണം എന്ന് ആഗ്രഹിച്ചു. ആ വിചാരത്തോടെ അപ്പോൾ കിട്ടിയ ഒരു ചെറിയ ചരക്ക് കപ്പലിൽ അദ്ദേഹം കയറി യാത്ര ചെയ്തു. സ്വന്തം വീട്ടിലെത്താനുള്ള തൻ്റെ അടങ്ങാത്ത ആഗ്രഹവും ആകാംക്ഷയും, എന്നാൽ അതിനോടൊപ്പമുള്ള ശരീരത്തിൻ്റെ ബലഹീനത, തൻ്റെ സഭയെക്കുറിച്ച് തോന്നുന്ന നിരാശ, തൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതിന് മുമ്പേ ഈ മേഖലയിൽ നിന്നും പിന്മാറേണ്ടി വരുമോ എന്ന ഭയം, ഭീതി, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള വികാരങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു. അപ്പോഴാണ് സർദീനിയ ദ്വീപുകളുടെ മധ്യത്തിലുള്ള ബോണഫേസിയോ കടലിടുക്കിൽ അവിടെ അകപ്പെട്ടു പോയത്. ഒരാഴ്ചയായി അവിടെ തങ്ങിക്കിടക്കേണ്ടി വന്നു. ഒരാഴ്ച അവിടെ കപ്പലിൻ്റെ തട്ടിൽ കഴിച്ചു കൂട്ടി. മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തെ രാത്രികളിൽ വഴി നടത്തിയ അഗ്നിത്തൂണിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ, ഒരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് കർദിനാൾ ന്യൂമൻ ദൈവത്തെ ദയയുള്ള വെളിച്ചമായി വിവരിക്കുന്നത്. അങ്ങനെയാണ് ലീഡ് കൈൻഡ്ലി ലൈറ്റ്, എൻ ദൈവമേ നടത്തുകന്നേ നീ എന്നേരവും, പാരിനിരുൾ അതോടെ സ്വർഗേ ഞാൻ എന്ന ഗാനം അദ്ദേഹം രചിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാ പ്രതിസന്ധികളുടെയും നടുവിൽ സഹായകനായി, വഴികാട്ടിയായി എനിക്ക് എൻ്റെ ദൈവമുണ്ട്, എൻ്റെ കർത്താവുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. ഇത് മനസ്സിലാക്കുമ്പോൾ, ഇത് തിരിച്ചറിയുമ്പോൾ നാം കർത്താവിൽ ധൈര്യമുള്ളവരായി മാറും. എല്ലാ ഭയങ്ങളും നിങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ. കർത്താവാണ് നമ്മുടെ വെളിച്ചം, അവിടുന്നാണ് നമ്മുടെ രക്ഷ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ദൈവവുമായല്ലോ, ഭയം നിറഞ്ഞ ലോകത്തിൽ ഭയപ്പെടേണ്ട എന്ന അവിടുത്തെ സ്വരത്താൽ ഞങ്ങളെ ശക്തീകരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യും. ആകുലതകൾ ഏറി വരുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് കൂടെയുണ്ടെന്നുള്ള ഉറച്ച ബോധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അവിടുന്ന് നിത്യമായ വഴികാട്ടിയായി തുടർന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ ചോദിക്കുന്നു. ദയയോടെ കേൾക്കണമേ. ആമേൻ. ഏവർക്കും ശുഭരാത്രി നേരുന്നു. വരുന്ന തിങ്കളാഴ്ച 18-ാം തീയതി രാത്രി ഇതേ സമയം നമുക്ക് കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.